ഹലോ, ഇത് കുഞ്ഞിയുടെ അമ്മയാണേ. നമുക്കിന്നൊരു വാട്ട നോക്കിയാലോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂരിയും ബാജിയും ആയിരുന്നു. പൂരി കഴിക്കാൻ കുറേ കാലമായിട്ട് കൊതി തോന്നുന്നു. അങ്ങനെ ഇന്ന് നല്ലൊരു പൂരി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ബാജിയും കൂട്ടി കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്നത് നല്ല കുത്തരി ചോറും അതിൻ്റെ കൂടെ നല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ പരിപ്പുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ മലയാളിക്ക് വേണ്ട സാധനം പപ്പടമാണല്ലോ. അതുകൊണ്ട് പരിപ്പും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ പപ്പടവും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് എപ്പോഴും എൻ്റെ ലഞ്ച് ബോക്സിലുള്ളൊരു സാധനമാണ് ലെമൺ ഡേറ്റ്സ് പിക്കിള്. അതും കൂടി ഉണ്ടായിരുന്നു. ആ ചൂട് ചോറിലേക്ക് നമ്മൾ ആ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രുചിയായിരുന്നു. സത്യത്തിൽ എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നോട് ചോദിച്ചു, എന്താ ഇന്ന് പിറന്നാളാണോ പരിപ്പും പപ്പടമൊക്കെ ആയിട്ട് വന്നതെന്ന്. ജസ്റ്റ് അതൊരു കൊതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചപ്പം ഭയങ്കര ഒരു നൊസ്റ്റു ഫീലായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ആ അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചപ്പം ഇന്നത്തെ ഊണ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ പാത്രമൊക്കെ ക്ലീനായി. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം നല്ല വെട്ട് കേക്ക് ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം കഴിച്ചു. അതിനുശേഷം അമ്മ നല്ല കപ്പ പുഴുങ്ങിയതുണ്ടാക്കി. കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ നല്ല കാന്താരി ചമ്മന്തി. കാന്താരി മാത്രമല്ല കേട്ടോ, കാന്താരിയുടെ കൂടെ നല്ല കൊച്ചുള്ളിയും തൈരും വെളിച്ചെണ്ണയും കൂടി ചേർന്നുള്ള ചമ്മന്തിയാണ്. നല്ല രുചിയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് കപ്പ എങ്ങനെയാണ് തീർന്നതെന്ന് പോലും അറിയില്ല. കപ്പ കഴിച്ചു തീർന്നതിന് ശേഷവും ഞാൻ മൊത്തം തന്നെ കുത്തിയിരുന്ന് ആ ചമ്മന്തി മുഴുവൻ കഴിച്ചു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. കാന്താരിയുടെ എരിവെന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അത് പക്ഷേ ഞാൻ മുഴുവൻ കഴിച്ചു തീർത്തു. അതിൻ്റെ കൂടെ നല്ലൊരു കാപ്പിയൂടെ കുടിച്ചു, നല്ലൊരു ബ്രൂ കോഫിയും കൂടെ. അതും കൂടി ആയപ്പോൾ ഇന്നത്തെ ഊണും ഫുഡും എല്ലാം അടിപൊളിയായി.